രഞ്ജിത്തിലേക്ക് ഒരിക്കൽ കൂടി. രഞ്ജിത്ത്, ഇപ്പോൾ പാലക്കാട് ശോഭാ സുരേന്ദ്രന്റെ പേര് ഏതാണ്ട് ഉറപ്പിക്കുകയാണോ? നേരത്തെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ശോഭയ്ക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയത്, ശോഭയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങിയത് വെള്ളാപ്പള്ളിയാണ് എന്നുള്ളത് ഓർക്കണം. വെള്ളാപ്പള്ളി BDJS എന്ന സംവിധാനം മാത്രമല്ല, SNDP യോഗം എന്ന സംവിധാനം തന്നെ വോട്ട് പിടിക്കാൻ ഇറങ്ങുന്ന കാഴ്ചയും ആലപ്പുഴയിൽ കണ്ടാണ്. അന്ന് 2,99,648 വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് കിട്ടുകയും ചെയ്തു. ബിജെപിക്കകത്ത് ഒരു ക്രൗഡ് പുള്ളറായി ശോഭയെ കണക്കാക്കുകയും ചെയ്യുന്നു. അപ്പോൾ പാലക്കാട് അവർ എത്തുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമായിരിക്കും. ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പകരം അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്? കണ്ണൻ ഗോപിനാഥിന്റെ പേര് നേരത്തെ പറഞ്ഞു കേൾക്കുന്നു. ശോഭയാണ് എത്തുന്നതെങ്കിൽ എങ്ങനെയാകും ആ പോരാട്ടം അവിടെ? സ്മൃതി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിപ്പിച്ചപ്പോൾ വലിയ തോതിൽ വോട്ട് അവർക്ക് പിടിക്കാൻ സാധിച്ചിരുന്നു. SNDPയുടെ പിന്തുണ കിട്ടിയിരുന്നു. ആലപ്പുഴയിൽ തന്നെ തുടരും എന്ന് ശോഭാ സുരേന്ദ്രൻ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആലപ്പുഴയിൽ അവർക്ക് ഒത്ത സീറ്റുകളില്ല ഇപ്പോൾ. കാരണം ആ സീറ്റുകളൊക്കെ തന്നെ BDJSന്റെ സീറ്റുകളാണ്. അരൂരിലാണെങ്കിലും കായംകുളത്താണെങ്കിലും. പിന്നെയുള്ളത് ഹരിപ്പാടാണ്. ഹരിപ്പാട് സീറ്റ് സ്വാഭാവികമായിട്ട് രമേശ് ചെന്നിത്തലയോട് മത്സരിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇനി അവർക്കൊരു ഓപ്ഷൻ ഉള്ളത് പാലക്കാടാണ്. കൂടുതൽ ആളുകൾ അവരാവശ്യപ്പെട്ട സീറ്റ് പാലക്കാടാണ്. ആ പാലക്കാട് നേരത്തെ BJPക്ക് വലിയ വോട്ട് വർദ്ധിപ്പിച്ച നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. ശരിക്കും പറഞ്ഞാൽ പാലക്കാട്ട് ഒരു വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കിയത് ഈ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചോടുകൂടിയാണ്. പാലക്കാട് ഒരു വിന്നബിലിറ്റി ഉള്ള മണ്ഡലമായി മാറുന്നതും ശോഭയുടെ മത്സരത്തിലാണ്. സ്വാഭാവികമായിട്ടും രാജഗോപാലൊക്കെ മത്സരിച്ചിട്ടുള്ള മണ്ഡലം എന്ന അർത്ഥത്തിൽ കൂടി BJPക്ക് വളരെ പ്രധാനപ്പെട്ട മണ്ഡലം തന്നെയാണ് പാലക്കാട്. ആ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ എത്തുമ്പോൾ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ആ മണ്ഡലത്തിൽ കൊണ്ടുവരുന്നതിൽ BJP ഒരു രാഷ്ട്രീയം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ചയാവണമെങ്കിൽ അവിടെ ഒരു വനിത തന്നെ വരണം. വനിതകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളൊക്കെ ചർച്ചയാക്കുക എന്ന അർത്ഥത്തിൽ തന്നെയായിരിക്കണം പാലക്കാട്ട് സ്വാധീനമുള്ള നേതാവ് എന്ന അർത്ഥത്തിലും ഒരു വനിതാ നേതാവ് എന്ന അർത്ഥത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊക്കെ ഉന്നയിക്കാൻ പറ്റുന്ന ഒരു നേതാവ് എന്ന അർത്ഥത്തിലും ശോഭയെ അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പാർട്ടി ആഗ്രഹിക്കുന്നത്. ഏതായാലും ശോഭാ സുരേന്ദ്രൻ വരികയാണെങ്കിൽ കോൺഗ്രസിന്റെ ഏത് കരുത്തനായ നേതാവായിരിക്കും ശോഭയെ നേരിടാൻ വേണ്ടി എത്തിയ? ശോഭ സ്വാഭാവികമായിട്ടും അവിടെ ഒരു 10-33,000 മുസ്ലിം വോട്ടുകളുണ്ട്. അതിന്റെ ഒരു ഏകോപനം UDFന് അനുകൂലമായിട്ട് എല്ലാ കാലത്തും സംഭവിക്കുന്നതാണ്. പക്ഷേ BJPയുടെ കാര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ BJPക്കകത്തെ ആഭ്യന്തരമായ തർക്കങ്ങളുണ്ടല്ലോ. കൃഷ്ണകുമാറുമായി ഉണ്ടായിരുന്ന തർക്കമൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാകില്ലേ? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവിടെ രണ്ട് ഗ്രൂപ്പ് ഇപ്പോൾ തന്നെയുണ്ട്. ഒന്ന് കൃഷ്ണകുമാർ വിഭാഗവും മറ്റൊന്ന് ഈ പ്രമീള ശശിധരന്റെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ്. ഈ പ്രമീള ശശിധരന്റെ നേതൃത്വത്തിലുള്ള വിഭാഗമായിരിക്കും അവിടെ ശോഭാ സുരേന്ദ്രനുമായി കൂടുതൽ ചേർന്ന് നിൽക്കാനുള്ള സാധ്യത. ഇപ്പോൾ നഗരസഭ ഭരിക്കുന്ന വിഭാഗത്തിനും പ്രമീള ശശിധരനുമൊക്കെ ശോഭാ സുരേന്ദ്രനോട് താല്പര്യമുണ്ടാവും. പക്ഷേ അവിടെ നിലവിൽ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനാണ് പാലക്കാട് അവിടെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രശാന്ത് ശിവന്റെ പേര് ധാരാളം ആളുകൾ കഴിഞ്ഞ ദിവസം അഭിപ്രായ സർവേയിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കണമെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഒരു പക്ഷേ പ്രശാന്ത് ശിവന് മറ്റൊരു സീറ്റ് കൊടുക്കണമെന്നുള്ളതായിരിക്കും. അതുകൊണ്ടാണ് പ്രശാന്ത് ശിവനെ നെന്മാറയിൽ പ്ലേസ് ചെയ്യാൻ BJP ആഗ്രഹിക്കുന്നത്. നെന്മാറ സീറ്റ് ഞാൻ മനസ്സിലാക്കുന്നത് BDJSന്റെ സീറ്റാണ്. ആ സീറ്റ് BJP ഏറ്റെടുത്ത് അവിടെ പ്രശാന്ത് ശിവനെ പ്ലേസ് ചെയ്താൽ പ്രശാന്ത് ശിവന്റെ ടീമൊക്കെ ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രന് ഒരു വലിയ പണിയാവാതെ അവർ നെന്മാറയിൽ കേന്ദ്രീകരിച്ചാൽ ശോഭയ്ക്ക് കുറച്ചൊരു പാർട്ടി സംഘടനാ സംവിധാനത്തെ ശോഭയ്ക്ക് നേരിട്ട് ചലിപ്പിക്കാൻ സാധിക്കുന്ന സാഹചര്യം പാലക്കാട്ട് ഉണ്ടാവും എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ശോഭാ സുരേന്ദ്രൻ പാലക്കാട് എത്തുന്നതോടുകൂടി വലിയ മത്സരം, പ്രത്യേകിച്ച് ഈഴവ സ്വാധീനമുള്ള ഒരു മേഖലയാണ് പാലക്കാട്. ആ മണ്ഡലത്തിൽ ഒരു ഈഴവ സ്ഥാനാർത്ഥിയെ BJP ഇറക്കുമ്പോൾ അത് വലിയ സ്വാധീനം BJPക്ക് വലിയ മത്സരം കാഴ്ചവെക്കാൻ അവിടെ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഒരു വനിതാ നേതാവിനെ പാലക്കാട് എത്തിക്കുന്നതിന് പിന്നിലെ കൃത്യമായ രാഷ്ട്രീയം കൂടിയാണ് BJP ഇപ്പോൾ ആലോചിക്കുന്നത്.